ബി.ജെ.പിയെ തള്ളി ഒരു മുന്നണിയുടെ എൻ.ഡി.എ സഖ്യം വിടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ തിട്ടൂരം അനുസരിക്കാൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ.ഡി.എ മുന്നണിയിലെ ഒരു ഘടകകക്ഷി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടെയാണ് മുന്നണിയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ എ എന്ന പാർട്ടിയാണ് അമിത്ഷായോട് പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. RPIA തങ്ങളുടെ 15 സ്ഥാനാർത്ഥികളെ പേരുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ എൻ.ഡി.എയുടെ സഖ്യകക്ഷിയാണ് RPI. രാംദാസ് അത്താവാലെയുടെ പാർട്ടിയാണ് RPI. ആദ്യ 15 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 4 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും കാണുന്നത് ബി.ജെ.പിയുടെ മുഖ്യ ശത്രുസ്ഥാനത്ത് ബി.ജെ.പി കാണുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നതാണ്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ബി.ജെ.പിയിൽ നിന്നും മുൻ MP ആയ പർവേഷ് വർമ്മയും കോൺഗ്രസിൽ നിന്നും സന്ദീപ് ദീക്ഷിത്തും ഈ മണ്ഡലത്തിൽ മത്സര രംഗത്തുണ്ട്. അവിടെയാണ് എൻ.ഡി.എ സഖ്യത്തിന് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വരുന്നത്. അത്താവാലയുടെ പാർട്ടി ശുഭി സക്സേനയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം ഉറപ്പായും ബി.ജെ.പിയിലേക്ക് പോകേണ്ടുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ മാത്രമാണ് ഉപകരിക്കുകയുള്ളൂ. അതാണിപ്പോൾ ബി.ജെ.പിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നത്. RPI പറയുന്നത് 20ഓളം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തങ്ങൾ തയ്യാറാകുമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 20 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന 20 മണ്ഡലങ്ങളിലും എൻ.ഡി.എ വോട്ടുകളിൽ ചെറിയ തോതിലെങ്കിലും ഭിന്നതയുണ്ടായാൽ അത് ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. എൻ.ഡി.എ ഘടകകക്ഷികളുടെ പിന്തുണ അമിത്ഷാ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം തങ്ങളുടെ കൂടാരത്തിൽ നിന്നും അമിത്ഷാക്ക് നേരിടേണ്ടി വരുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ RPIA യുടെ ഈ നീക്കം ബി.ജെ.പിയുടെ എല്ലാ സാധ്യതകളെയും തകിടം മറിക്കുന്നത്.